തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ദൈവവചനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് നന്ദി. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 10-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നതല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നാം ശ്രദ്ധിച്ചത്. 5 കാര്യങ്ങൾ ദൈവം ഇസ്രായേലിനോട് പറയുന്നു. 1, ദൈവത്തെ ഭയപ്പെടുക. 2, ദൈവ വഴികളിൽ നടക്കുക. 3, ദൈവത്തെ സ്നേഹിക്കുക. 4, ദൈവത്തെ സേവിക്കുക. ദൈവകൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുക. ദൈവത്തിൻ്റെ ജനം എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ പലപ്പോഴും ദൈവത്തോട് മത്സരിക്കുകയും ദൈവകൽപ്പനകളെ ലംഘിച്ച് മത്സരികളായിത്തീരുകയും ചെയ്തപ്പോൾ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങളാണിത്. ഈ വചനങ്ങൾ പാലിക്കുവാൻ എക്കാലത്തുമുള്ള ദൈവജനം കടപ്പെട്ടവരാണ്. ദൈവത്തെ ഭയപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനം. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടേണ്ടത്? നമ്മെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും അധികാരമുള്ള വ്യക്തിയാണ് ദൈവം. നമ്മുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് ശ്രദ്ധിക്കുക. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവർത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മയുണ്ടാകുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. 112-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾ വ്യക്തമാക്കുന്നു. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. അവന് ഇരുട്ടിൽ വെളിച്ചമുദിക്കും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ദുർവർത്തമാന നിമിത്തം ഭയപ്പെടുകയില്ല. അവൻ ദരിദ്രന്മാരോട് കൃപയും കരുണയും കാണിക്കുന്നവനായിരിക്കും. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദൈവത്തെ ഭയപ്പെട്ട അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദൈവം അനുഗ്രഹിച്ചു. പഴയ നിയമ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ദൈവ വഴികളിൽ നടക്കുവാനും കഴിയുകയുള്ളൂ. 1, ദൈവത്തോട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകേണ്ടിയിരിക്കുന്നു. തേജോമയനായ ദൈവത്തോട് അങ്ങനെ ഒരു ബന്ധമുണ്ടാകുവാൻ എളുപ്പമല്ല. മാത്രമല്ല, പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയും ചെയ്തു. ഇനി ദൈവത്തോട് ബന്ധപ്പെടുവാൻ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ട്. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തു, നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്ന ഏക മധ്യസ്ഥനായി തീർന്നത്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ ദൈവത്തോട് നിരപ്പും പാപക്ഷമയും ലഭിക്കുന്നു. പിന്നീടുള്ള നമ്മുടെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവ വഴികളിൽ നടക്കുന്നതിനിടയാകും. ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. പ്രിയരെ, ദൈവം നമ്മെ സ്നേഹിച്ച വിധമോർത്താൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന ദൈവസ്നേഹം, അതാണ് നമ്മെ ദൈവത്തെ സ്നേഹിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് നാമും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാനും കടപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല. ഇന്ന് ദൈവഭയമില്ലാതെ മനുഷ്യർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കേണ്ട നന്മകളൊന്നും ലഭിക്കാതെ പോകുന്നു. അവർ ദൈവത്തെ കൂടാതെ നിത്യനാശത്തിൽ പതിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഈ നല്ല ദൈവത്തെ ഭയപ്പെട്ട് സ്നേഹിച്ച് സേവിച്ചും ദൈവകൽപ്പനകളെ പ്രമാണിച്ചും ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ആകയാൽ
ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തെ സേവിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ദൈവത്തെ ഭയപ്പെടുവാനും ദൈവ വഴികളിൽ നടക്കുവാനുമുള്ള ഭാഗ്യം അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവർക്കുള്ള നന്മ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേകർ ദൈവഭയമില്ലാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ച് ദൈവാനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ അവരും മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരുവാനും ദൈവത്തെ ഭയപ്പെട്ട് ദൈവവഴികൾ ജീവിക്കുവാനും കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.